UK മലയാളികളുടെ വാർത്താശബ്ദമായ റേഡിയോ ലൈമിൻ്റെ പ്രേക്ഷകരുടെ ശ്രോതാക്കളുടെ ആവശ്യപ്രകാരം UK തന്നെ സ്വന്തം മേഖലയിൽ കഴിവ് തെളിയിച്ച മലയാളികളായ പ്രതിഭകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ് UK താരപരിമ. ഈ അവസരത്തിൽ അതിഥിയെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ദീക്ഷ ആർട്സ് സ്കൂളിൻ്റെ ഫൗണ്ടർ ഡയറക്ടറും അതുപോലെ തന്നെ നർത്തകിയും ഗായികയുമായ ആരതി അരുണാണ്. ആ കലാപ്രതിഭയെ UK താരപരിമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരതി അരുൺ, UK താരപരിമയിലേക്ക് സ്വാഗതം. അപ്പോൾ ആരതി, ഏതൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് ഒരു നല്ല നർത്തകിയാവുക, അല്ലെങ്കിൽ നർത്തകനാകുക, അല്ലെങ്കിൽ ഒരു മ്യൂസിഷ്യനാകുക എന്നുള്ളത്. ഈ രണ്ട് കലാരൂപങ്ങളും ഒരാളിലേക്ക് വന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അതെല്ലാവർക്കും അസൂയപ്പെടുന്നൊരു കാര്യം കൂടിയാണ്. താങ്കളുടെ ആ ജേണി എന്ന് പറയാമോ അങ്ങോട്ടുള്ളത്? ഓക്കെ, സോ ഞാൻ 5 വയസ്സ് തൊട്ടാണ് മ്യൂസിക്കും ഡാൻസും പഠിക്കാൻ തുടങ്ങിയത്. സോ ബേസിക്കലി എൻ്റെ അപ്പച്ചി അവിടെ പാട്ട് പഠിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ കൂടെ പോകുമായിരുന്നു ചെയ്യുന്നത്. അപ്പം ഐ സ്റ്റാർട്ടഡ് സിംഗിങ്. സോ ടീച്ചർ പറഞ്ഞാൽ എന്നാൽ എന്നെ കൂടെ പഠിപ്പിക്കാമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് 5 വയസ്സായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ടീച്ചർ കല്യാണം കഴിച്ചിട്ട് പോയി. പക്ഷേ ഷീ ടോട്ട് മീ സം സോങ്സ് വിച്ച് ഐ ആക്ച്വലി പെർഫോംഡ്. അവിടെ ഒരു ലോക്കൽ ടെമ്പിളിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു. അപ്പം ആ മത്സരത്തിന് ടു ബി ഓണസ്റ്റ് ലൈക്ക് 5 വയസ്സ് തൊട്ട് 15 വയസ്സുള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 40ഓളം കുട്ടികളുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കവിടെ അമ്മയാണെങ്കിൽ എൻ്റെ പേര് കൊടുത്തു. അപ്പോൾ ഞാനവിടെ മത്സരിക്കാൻ പോയി. അപ്പോൾ അതിന് മുമ്പ് തന്നെ മൈ മോം വാസ് ലുക്കിംഗ് ഫോർ എ ഡിഫറെൻറ്റ് ടീച്ചർ. അപ്പോൾ അമ്മ യൂണിവേഴ്സിറ്റിയിലാണ് ജോലി ചെയ്തിരുന്നത്, കേരള യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ആ ട്രെയിനിൽ പോകുമ്പോഴത്തേക്കും അവിടെ അജിത എന്ന് പറഞ്ഞ കൊല്ലം. അപ്പോൾ ട്രെയിനിൽ പോകുമ്പോഴത്തേക്കും ട്രിവാൻഡ്രത്തേക്കുള്ള യാത്രയിൽ വേറൊരു മ്യൂസീഷ്യനെ പരിചയപ്പെട്ടു അമ്മ. അജിത കുമാരി എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. പുള്ളി അപ്പോൾ അവിടെ ഗാനപ്രവീണയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അമ്മ ചോദിച്ചു, എൻ്റെ മോളെ പാട്ട് പഠിപ്പിക്കാമോ എന്ന്. അപ്പം അജിത ചോദിച്ചു, എത്ര വയസ്സുണ്ട്? 5 വയസ്സുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത വർഷം 6 വയസ്സാവട്ടെ, അപ്പോൾ തുടങ്ങാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പറഞ്ഞ കോമ്പറ്റീഷന് പുള്ളിക്കാരിയാണ് ജഡ്ജായിട്ട് വന്നത്. അന്നേരം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഫസ്റ്റ് കിട്ടി, എനിക്ക് സെക്കൻഡ് ആയിരുന്നു. അന്നേരം അല്ലല്ല, അറിയത്തില്ല, അല്ല പുള്ളിക്കാർക്ക് എന്നെ അറിയത്തില്ലായിരുന്നു. അമ്മ ഇവിടെ നിൽക്കുന്നുണ്ടിട്ട് പുള്ളിക്കാരി ചോദിച്ചു, ചേച്ചി എന്ത് ഇവിടെ നിൽക്കുന്നതെന്ന്. അപ്പോൾ പറഞ്ഞു, അത് എൻ്റെ മോളാണ് 2ാം സ്ഥാനം കിട്ടിയത്. പക്ഷേ അന്നേരം അപ്പോൾ തന്നെ പുള്ളിക്കാരി പറഞ്ഞു, എനിക്ക് ആ കുട്ടിക്ക് ഫസ്റ്റ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ വോയിസ് അനുസരിച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കുറച്ചും കൂടെ നല്ല വോയിസ് ആയതുകൊണ്ട് അങ്ങനെയാണെന്ന്. വെൻ ഷീ came to know that I am her daughter, she said like അടുത്ത ആഴ്ച ഞാൻ വരുന്നുണ്ട് പഠിക്കാനായിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പഠിപ്പിക്കാനായിട്ട്. സോ പുള്ളിക്കാരി വന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ മറ്റേ അടുത്തുള്ള സ്ഥലത്ത് പഠിക്കാൻ പോകുന്ന സമയത്ത് അവിടുത്തെ തൊട്ടടുത്ത വീട്ടിൽ ഒരു ഡാൻസ് ടീച്ചർ വന്നിട്ട് ഡാൻസ് പഠിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി ഇങ്ങനെ ജനലിൽ കൂടെ ഡാൻസ് നോക്കി നിൽക്കുമായിരുന്നു, ക്ലാസ് കഴിഞ്ഞിട്ട്, പാട്ടിൻ്റെ ക്ലാസ് ആയിട്ട്. അപ്പോൾ അമ്മ വിചാരിച്ചു, ഓ ഇവൾക്ക് ഡാൻസിലും താല്പര്യമുണ്ടോ, എന്നാൽ പിന്നെ ഇവിടെ ഡാൻസ് കൂടെ പഠിച്ചോട്ടെ എന്ന്. അപ്പോൾ അങ്ങനെയാണ് ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത്. പിന്നെ എൻ്റെ അനിയത്തി, ഷീസ് നോ മോർ, സോ പുള്ളിയായിരുന്നു എൻ്റെ കൂടെ പഠിക്കുന്നത് പാട്ടും ഡാൻസും. അപ്പോൾ ഷീ വാസ് എ കോമ്പറ്റീറ്റർ. എന്നെക്കാളും നന്നായിട്ട് പാടുമായിരുന്നു. സോ ഷീ വാസ് എ കോമ്പറ്റീറ്റർ ഫോർ മീ. ഇപ്പോൾ വീട്ടിൽ തന്നെ കോമ്പറ്റീറ്റർ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കും, പ്രാക്ടീസൊക്കെ ചെയ്യും. പിന്നെ എൻ്റെ കസിൻ, എൻ്റെ ബ്രദർ വിഷ്ണു, അവനും കൂടിയാണ് ഞങ്ങളുടെ കൂടെ പഠിക്കുമായിരുന്നു. അപ്പോൾ ഇതണക്ക് വീട്ടിൽ തന്നെ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്ന ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. 2 മണിക്കൂർ എന്തായാലും പാട്ടിനും ഡാൻസിനും വേണ്ടി ചെലവഴിച്ചിരിക്കണം. അങ്ങനെ 10 വർഷത്തോളം, ലൈക്ക് +2 വരെ, 5 വയസ്സ് തൊട്ട് അങ്ങനെ ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽസ് വരുമ്പോൾ അതിന് എന്താണ് ലൈറ്റ് മ്യൂസിക്, ക്ലാസിക്കൽ മ്യൂസിക്, ഇങ്ങനെ ഓരോ മത്സരങ്ങൾക്ക് പോകും. ജില്ലാതലത്തിലൊക്കെ അങ്ങനെ പ്രൈസുകൾ കലാതിലകമാകാൻ വേണ്ടി ഒത്തിരി മത്സരങ്ങളിൽ പങ്കെടുക്കും. അങ്ങനെ പക്ഷേ ഞാൻ ടു ബി ഓണസ്റ്റ്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ കൂടുതലും മ്യൂസിക്കിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഡാൻസ് ഞാൻ പഠിക്കുന്നുണ്ട്, അതൊരു വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമാണ്, അത് വേറൊന്നുമല്ല. അന്നത്തെ കാലത്ത് ഈ ഒരു സ്റ്റേജിൽ നമ്മളൊരു
കലാവേദിയിൽ പോകണമെങ്കിൽ ഭയങ്കര ചിലവായിരുന്നു. ലൈക്ക് പാരൻസ് ഒരു 1,00,000 രൂപയോളം അന്നത്തെ കാലത്ത് ദേ യൂസ് ടു സ്പെൻഡ്. ഓക്കെ, അപ്പം അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടാണ് അവർ അവിടെ പോയിട്ട് ഇങ്ങനെ എന്താണ് ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം എന്താ പറയുന്നത് വെച്ചാൽ ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നേ, പക്ഷെ അറ്റ് ദ സെയിം ടൈം മൈ ടീച്ചേഴ്സ് വർ നോട്ട് പേയിങ് സോ മച്ച് ഓഫ് attention to me. Okay, so they were like ഇവള് ഈ കൂട്ടത്തിൽ കളിക്കുന്ന ഒരാൾ, ഓക്കെ, അല്ലെങ്കിൽ ഒരു വൺ ഓഫ് ദി ബാക്ക് ഡാൻസേഴ്സ് ഹു ഡാൻസ് അറ്റ് ദ ബാക്ക്, ഓർ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ. ഓക്കെ, ബിക്കോസ് there were, I mean, other people who were doing very nicely. ഓക്കെ, സിനിമയിലൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് അതേപോലെ ജസ്റ്റ് ലൈക്ക് അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്ന കൂട്ടത്തിൽ പഠിക്കുന്നു. ഓക്കെ, പക്ഷെ പാട്ടാണെങ്കിൽ എൻ്റെ ടീച്ചർ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരുന്നു. സോ ഷീ യൂസ് ടു കം ആൻഡ് ടീച്ച്. ഭയങ്കര എന്താ പറയുക, ഒത്തിരി ഡെഡിക്കേഷൻ, ഒത്തിരി ട്രെയിനിങ്, ലൈക്ക് അങ്ങനെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ട്രെയിനിങ് കിട്ടിയതുകൊണ്ട് എനിക്ക് പാട്ടിൽ കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഈ മത്സരത്തിനൊക്കെ പോകുന്നത് പാട്ടിനാണ്. പിന്നെ ഡാൻസിന് പോകുന്ന ഗ്രൂപ്പായിട്ടുള്ള സ്കൂളിൽ നിന്നൊക്കെ പോകുമ്പോൾ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ പോകുന്നതുകൊണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഇപ്പോഴും പാട്ടെന്ന് വെച്ചാൽ ഒരു സിബ്ലിങ്ങിനെ പോലെ. ഓക്കെ, ഇറ്റ് വാസ് ഓൾവേസ് വിത്ത് മീ. ഇറ്റ് ജസ്റ്റ് കം സോ ഈസിയർ. ആൻഡ് ഡാൻസ് എന്ന് വെച്ചാൽ എനിക്കൊരു ലവറിനെ പോലെയാണ്. ബിക്കോസ് എനിക്ക് ആ സമയത്ത് എനിക്ക് നന്നായിട്ട് എന്താ പറയുക, എനിക്ക് അതിനൊരു അവസരം കിട്ടിയില്ല. ലൈക്ക് ഐ ജസ്റ്റ് വിഷ് ലൈക്ക് എൻ്റെ ടീച്ചർ എന്നെ കുറച്ചും കൂടി കെയർ ചെയ്തിരുന്നെങ്കിൽ എന്നുള്ളതും. പിന്നെ ഡാൻസ് ഏത് ഡാൻസ് ആയിരുന്നു അന്ന് ഞാൻ പഠിച്ചിരുന്നത് ഭരതനാട്യം, മോഹിനിയാട്ടം പഠിച്ചിട്ടുണ്ട്. പക്ഷേ അരങ്ങേറ്റം, നമ്മുടെ ഫസ്റ്റ് കൺസേർട്ട് ഡാൻസിൻ്റെ ആണ് ആദ്യം നടന്നത്. അത് 5ാം ക്ലാസ്സിലായിരുന്നു. ഞാനും എൻ്റെ അനിത്യയും ചെയ്തത്. ഷീ വാസ് ഇൻ 3rd സ്റ്റാൻഡേർഡ്. ആൻഡ് പാട്ടിൻ്റെത് 7ാം ക്ലാസ്സിലായിരുന്നു. അപ്പോൾ ഐ മീൻ ഭരതനാട്യമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ എല്ലാവരും പഠിക്കുന്ന പോലെ. പക്ഷേ അനദർ തിങ് ഇസ് ലൈക്ക് ഭരതനാട്യം പഠിച്ചുകൊണ്ടിരുന്നപ്പം ഐ ഡോണ്ട് നോ, ബിക്കോസ് ഓഫ് ടീച്ചേഴ്സ് നോട്ട് പേയിങ് അറ്റൻഷൻ ഓർ എനിത്തിങ്, എനിക്കത്രയ്ക്കും എന്താ പറയുക ഇഷ്ടമല്ല. ആ ആർട്ട് ഫോമിനോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. ബിക്കോസ് അതാണ് എല്ലാവർക്കും എന്താ പറയുക, ആദ്യം നമ്മളൊരു ക്ലാസിക്കൽ ഡാൻസ് എന്ന് കേൾക്കുമ്പം എല്ലാവർക്കും മനസ്സിൽ വരുന്നത് ഭരതനാട്യം. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് എ ഡാൻസ് ഓഫ് തമിഴ്നാടു ആക്ച്വലി. ആൻഡ് ഇറ്റ്സ് എ വെൽ നോൺ ഡാൻസ് ഫോം. അത് ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്ന ഒരു ഇതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഐ വാസ് നോട്ട് really interested in that. I just learned because +2 കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസ സമയത്തൊന്നും അത് ഞാൻ ഇല്ലില്ല. അന്ന് ഞാൻ കുറച്ച് നാളൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ ബാംഗ്ലൂരിലാണ് പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് ഐ വാസ് പ്രാക്ടീസിങ്. പക്ഷേ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ചെറിയൊരു ബ്രേക്ക് വന്നു. ഓക്കെ, അന്നേരം ഞാൻ വിചാരിച്ചു ഇനി എന്താ പറയുക, ഡാൻസ് ഒന്നും ഇല്ലായിരിക്കും, ഇനിയിപ്പം പഠിക്കാം, അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആൻഡ് പാട്ടുമൊക്കെ പാടുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പിന്നെ ഒരു ദിവസം ഒരിക്കൽ എൻ്റെ ഒരു റൂംമേറ്റിൻ്റെ, ബിക്കോസ് വി വർ സ്റ്റേയിങ് ഇൻ എ ഫ്ലാറ്റ്, എൻ്റെ എൻ്റെ റൂംമേറ്റിൻ്റെ ഫാമിലി വിസിറ്റ് ചെയ്തു. അങ്ങനെ വിസിറ്റ് ചെയ്തപ്പോഴത്തേക്കും ആ കുട്ടിയുടെ അച്ഛൻ്റെ കയ്യിലൊരു ഐപോഡ് ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഐപോഡൊക്കെ ഒരു ഹരമായിരുന്നു. ഓക്കെ, അപ്പോൾ ആ കുട്ടിയുടെ അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ പറഞ്ഞു ഇതിനകത്ത് കുറേ പാട്ടുകളുണ്ട്, യു പീപ്പിൾ ക്യാൻ ലിസൺ ടു. അപ്പോൾ ഞാനത് മേടിച്ചിങ്ങനെ കേട്ട് നോക്കിയപ്പോൾ ഒരു പാട്ട് എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. അതെന്ന് വെച്ചാൽ സ്വാഗതം കൃഷ്ണ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ കുഞ്ഞുനാളിൽ എൻ്റെ ഗോഡ് ഫാദർ ആയിട്ടുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ടുള്ള എൻ്റെ അങ്കിൾ ഹു പാസ്ഡ് അവേ, പുള്ളിക്കാരൻ്റെ പേരിലാണ് നമ്മൾ സമർപ്പണ നടത്തുന്നത്. ഹീസ് എ പാട്രൺ ഓഫ് സമർപ്പണ, സി ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞു. ഹി വാസ് എൻ ആർട്ടിസ്റ്റ് ആസ് വെൽ. സോ ഇപ്പോൾ പുള്ളിക്കാരൻ എപ്പോഴും പാടുന്ന പാട്ടാണ്. അപ്പോൾ എനിക്കത് വീണ്ടും കേട്ടപ്പോൾ, ഹി വാസ് അലൈവ് അറ്റ് ദ ടൈം. സോ വീണ്ടും കേട്ടപ്പോൾ എനിക്ക് വീണ്ടും ക്ലാസിക്കൽ ഡാൻസ് പഠിക്കണം, ഇതൊന്ന് അവതരിപ്പിക്കണം എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ ആലോചിച്ചു, ലൈക്ക് ഞാൻ ക്ലാസിക്കൽ ഡാൻസ് ഇനി പഠിക്കുമ്പം അല്ലെങ്കിൽ ഇനി വീണ്ടും അതിലേക്ക് പോകുമ്പോഴത്തേക്കും ഏത് ഡാൻസ് ഫോമാണ് വേണ്ടത്. ഇപ്പം ഭരതനാട്യം കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളത് മോഹിനിയാട്ടം. ഓക്കെ, പക്ഷെ മോഹിനിയാട്ടത്തിന് ഈ പാട്ട് ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. അപ്പം അന്ന് യൂട്യൂബൊക്കെ ഉണ്ട്. അപ്പം ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ ഒരു ഡാൻസ് ഫോം കണ്ടു. ഇറ്റ് വാസ് ലൈക്ക് ഓൾമോസ്റ്റ് ലുക്കിംഗ് ലൈക്ക് ഭരതനാട്യം, പക്ഷേ എന്തോ ഒരു വ്യത്യാസമുണ്ട്. കാരണം കുറച്ചും കൂടെ മൂവ്മെൻറ്റിന് കുറച്ചും കൂടി ഐ ഫെൽ ലൈക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റിയും കുറച്ചുകൂടെ റൗണ്ടഡ് മൂവ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട്. അപ്പം കുച്ചിപ്പുടി എന്നാണ് അതിൻ്റെ പേരെന്ന് ഞാൻ അറിഞ്ഞു. ആൻഡ് അതിനു മുമ്പ് തന്നെ ഞാൻ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പോകുമ്പോഴത്തേക്കും വേറെ കുട്ടികൾ കുച്ചിപ്പുടി പെർഫോം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ നാട്ടിൽ കുച്ചിപ്പുടി ഈസ് ലൈക്ക് കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് ദാൻ യുനോ അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ ഞാനന്നേരം ഒരു കൊച്ചു കുട്ടി കളിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഐ കോൾഡ് വൺ ഓഫ് ദ ഫേമസ് ഡാൻസേഴ്സ് ഇൻ എന്താ പറയുക നമ്മുടെ ബാംഗ്ലൂരിലുള്ള കുച്ചിപ്പുടി ഡാൻസറിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്നെ പഠിപ്പിക്കാമെന്ന്. പക്ഷേ ആ മാം പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ, ഒരു ഐറ്റം ഒന്ന് കളിച്ച് കാണിക്കുമെന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ കുറേ നാളായിട്ട് ഞാൻ ചെയ്യുന്നുമില്ല. അത് മാത്രമല്ല
എന്താണ് കുച്ചിപ്പുടി ആയിട്ട് എനിക്കറിയില്ല. അപ്പം ഞാൻ എന്താ പോയി കാണിക്കുക. അപ്പം ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. അപ്പം അതേ സമയത്ത് എൻ്റെ കല്യാണം ഉറപ്പിച്ചായിരുന്നു. അപ്പം ഞാൻ കല്യാണത്തിനായിട്ട് ജോലിയും വിട്ടിട്ട് ഞാൻ നാട്ടിൽ പോയി. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഐ ന്യൂ ദറ്റ് ഐ വാസ് ഗോയിങ് ടു ലെസ്റ്റർ. അപ്പോൾ ഞാൻ ലെസ്റ്ററിൽ കുച്ചിപ്പുടി പഠിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ഭയങ്കരമായിട്ട് സെർച്ച് ചെയ്തു. അപ്പം ലക്കിലി ദ വാസ് ചിത്ര സുരേഷ് എന്ന് പറഞ്ഞ ടീച്ചർ ഉണ്ടായിരുന്നു. ആൻഡ് ഷീ വാസ് വെരി വെൽ എക്സ്പീരിയൻസ്ഡ്. ആൻഡ് അത് ലെസ്റ്ററിലായിരുന്നു, പ്രണമി ആർട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വെയിറ്റിംഗ്. ഇറ്റ് വാസ് ഇൻ 2013, ഏർലി 13 ആക്ച്വലി, ജാനുവരി ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ പുള്ളിക്കാരിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് കോൺടാക്ട് ചെയ്യാൻ റെഡിയാക്കി വെച്ചു. എന്നിട്ട് എൻ്റെ പഴയ ടീച്ചർ കലാക്ഷേത്ര ഹേമ ഗോമസിൻ്റെ ക്ലാസ്സിൽ ഞാനിപ്പം വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത സമയത്ത് ഞാൻ പോകുന്നുണ്ടായിരുന്നു. അന്നേരം ഞാൻ അവിടെ കുച്ചിപ്പുട്ടിയുടെ കുറച്ച് സ്റ്റെപ്പുകളും കാര്യങ്ങളും പുള്ളി എനിക്കൊരു ഐറ്റം ഒക്കെ പഠിപ്പിച്ചു തന്നു. നീ അവിടെ പോയി കളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ട് ചിത്ര മാമിൻ്റെ അടുത്ത് പഠിക്കാൻ തുടങ്ങിയതാണ് ഒരു മെയിൻ ഒരു വഴിത്തിരിവെന്ന് പറയാനുള്ളത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് ആരതി എന്ന് പറയുന്ന നർത്തകിയുടെയും ഗായികയുടെയും ഉദയവും അതുപോലെ തന്നെ ബാല്യകാല പഠനമൊക്കെയാണ് കേട്ടുകൊണ്ടിരുന്നത്. നമുക്കിനി അറിയേണ്ടത്, പ്രധാനപ്പെട്ട അറിയേണ്ടത്, ഇപ്പോൾ യു കെയിലാണ്. യു കെയിൽ ഇരുന്നുകൊണ്ട് ഇതേ എന്താ പറയുക ആർജവത്തോടുകൂടി വീണ്ടും സംഗീതവും നൃത്തവും അഭ്യസിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. യു കെയിലെ ഈ ഡാൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ കലാപരമായ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് പറയാം. ഇപ്പം അതിൻ്റെ തുടക്കം എന്ന് വെച്ചാൽ ചിത്ര മാമിൻ്റെ ക്ലാസ്സിൽ നിന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യു കെ വന്നിട്ട് എല്ലാവർക്കും പറ്റുന്ന കണക്ക് എനിക്ക് ഭയങ്കര ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബിക്കോസ് ഒരു കൺട്രി ചേഞ്ച് ആൻഡ് ദെൻ എൻ്റെ ഹസ്ബൻഡ് ഓഫീസിൽ പോയാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഡാൻസ് ക്ലാസ്സിന് പോയിക്കോട്ടെ. ആൻഡ് ദെൻ ഐ ഗോട്ട് എ വർക്ക്. പക്ഷേ അതിന് മുമ്പ് എനിക്ക് വർക്ക് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനും കാര്യങ്ങളായിട്ട് നിന്നപ്പം പുള്ളി പറഞ്ഞു ഓക്കെ നീ ഡാൻസ് ക്ലാസ്സിന് പോയിക്കോന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചിത്രമേമിൻ്റെ അടുത്ത് പോയത്. പക്ഷേ അന്നേരം ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും ഞാൻ എല്ലാ സ്റ്റുഡൻസിനോടും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാൻ നേരത്തും ഭയങ്കരമായിട്ട് ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ശ്വാസം വിടുന്ന കേട്ടിട്ട് അവരുടെ അമ്മ പറയുമായിരുന്നു അയ്യോ ഈ കൊച്ചിന് വല്ല ആസ്മ എങ്ങനെയോ ആണോ, ബിക്കോസ് ഷീസ് ലൈക്ക് ഇറ്റ് ലുക്സ് ലൈക്ക് ഷീസ് സ്ട്രഗ്ലിങ് സോ മച്ച് എന്ന്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് ഒരു സ്റ്റെപ്പ് ഞാൻ 1 മണിക്കൂർ വെച്ച് ചെയ്യുമായിരുന്നു കേട്ടോ. ബിക്കോസ് ഐ ഹാഡ് ദറ്റ് വിൽ പവർ ആൻഡ് ദെൻ ഐ വാണ്ടഡ് ടു ഗെറ്റ് ഇറ്റ് ഡൺ സംഹൗ. അങ്ങനെ ഞാൻ 6 മാസത്തിനുള്ളിൽ ഐ സ്റ്റാർട്ടഡ് പെർഫോമിങ് ഇൻ ലെസ്റ്റർ, ഓക്കെ, ഓൺ ദ സ്റ്റേജ്. പിന്നെ അങ്ങനെ അവിടെ നിന്ന് ഞാൻ ഒരുപാട് വേദികളൊക്കെ പെർഫോം ചെയ്തു. പീപ്പിൾ സ്റ്റാർട്ടഡ് ടു നോ മീ. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ജിഗ്നേഷ് എന്ന പേര്, ഇപ്പം ഹീസ് എ ഗുജറാത്തി, ഹീസ് ദ വൺ who asked me to start music classes because പുള്ളിക്കാരൻ്റെ ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡിൻ്റെ മൊബൈലിൽ നിന്ന് ഞാൻ പാടുന്നത് കേട്ടിട്ട് അവരായിരുന്നു ഒരു 3 അഡൾട്ട് സ്റ്റുഡൻസ് ആയിരുന്നു എൻ്റെ അതർ സ്റ്റുഡൻസ്. അവർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കർണാട്ടിക് മ്യൂസിക്കാണ് പഠിപ്പിച്ചത്, കർണാട്ടിക് മ്യൂസിക്. ആൻഡ് ദെൻ ഐ കെയിം ടു ബർമിംഗ്ഹാമിൽ വന്നിട്ട് പിന്നെ എനിക്ക് കുറച്ച് കൂടുതൽ കുട്ടികളെ കിട്ടി. ബർമിംഗ്ഹാം സിറ്റി യൂണിവേഴ്സിറ്റിയിൽ, നോട്ട് സിറ്റി യൂണിവേഴ്സിറ്റി, ബർമിംഗ്ഹാം സിറ്റി കമ്മ്യൂണിറ്റിയുടെ ഒക്കെ അവിടെ പോയി ഞാൻ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് കുറച്ച് കൂടുതൽ കുട്ടികളെ കിട്ടി, കുറച്ച് നല്ല പാടുന്ന കുട്ടികളെ കിട്ടി. ആൻഡ് ദെൻ ഇറ്റ് ജസ്റ്റ് ബിക്കെയിം ഐ ഡോണ്ട് നോ, ഐ മീൻ ഇപ്പം എനിക്ക് ആലോചിക്കുകയാണെങ്കിൽ എങ്ങനെ വന്നു, എങ്ങനെ എനിക്കറിയാൻ വയ്യ. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് അത് സംഭവിക്കാണ്ടിരുന്നതാണ്. അതുകൊണ്ട് അതെ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ജേർണി, ലൈക്ക് വാട്ട് എ വെരി ബ്യൂട്ടിഫുൾ ജേർണി. ബട്ട് എന്താ പറയുക, അത് അത്ര എളുപ്പമായിരുന്നില്ല. അതുമല്ല, നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു പുതിയ കലാരൂപം അല്ല, നമുക്കറിയാവുന്ന കലാരൂപമാണെങ്കിൽ ഇവിടെ ഒരു ടീച്ചറെ കണ്ടെത്തുക, ഇവിടെ പ്രാക്ടീസ് ചെയ്യുക, സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങുക, അതുപോലെ തന്നെ അതിന് ഡെഡിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അതിന് എന്നാണ് ഞാൻ നമ്മുടെ പുതിയ പ്രസ്ഥാനത്തിലേക്ക് വരികയാണ്. എനിക്കറിയാം, ഞാൻ ആരതിയെ പരിചയപ്പെടുന്നതിന് മുമ്പ് ആരതിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന പ്രസ്ഥാനത്തെയാണ് എനിക്കറിയാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആരതിയിലേക്ക് എത്തിയത്. അങ്ങനെയാണ്. ദീക്ഷ അല്ലേ? ദീക്ഷ നമ്മുടെ റേഡിയോയുടെ ദീക്ഷയുടെ ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ കൂടിയാണ് റേഡിയോ ലൈൻ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ദീക്ഷയുമായിട്ട് അറിയാം. പക്ഷെ ദീക്ഷയുടെ സാരഥി ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. അത് ആരതിയാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഇത്രയും നന്നായി പോകുന്ന ഒരു സ്ഥാപനം, അതിൻ്റെ ഒരു ഫൗണ്ടർ അല്ലെങ്കിൽ ഡയറക്ടർ എന്ന് പറയുന്ന ആൾ ഒരു ലോകത്തെ പരിചയപ്പെടുത്തണം, യു കെയിലെ മലയാളികളെ പരിചയപ്പെടുത്തണം എന്ന് തന്നെ ഞങ്ങൾക്ക് ആഗ്രഹം തോന്നിയത്. അപ്പം അതിൻ്റെ ദീക്ഷയുടെ വളർച്ചയും ദീക്ഷയുടെ എങ്ങനെയാണ് ദീക്ഷ തുടങ്ങിയത്? അപ്പം അത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ദീക്ഷയ്ക്ക് വേറെ 2 ഡയറക്ടേഴ്സും കൂടിയുണ്ട്. ഒന്ന് ബ്രയൻ എബ്രഹാം
ആൻഡ് ഹീസ് ബീൻ വർക്കിംഗ് വിത്ത് മീ സിൻസ് ദ പാസ്റ്റ് 10 years. ആൻഡ് ദെൻ അടുത്തത് ജോസഫ് കുര്യാക്കോസ് ഹു ഹസ് ജോയിൻഡ് us in 2023. ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ദീക്ഷയുടെ എല്ലാ ഇവൻറ്റ്സിലും എല്ലാ പ്രോജക്ട്സിനും സഹകരിക്കുകയും അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല ഇത് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒരുപാട് വോളണ്ടിയേഴ്സ് ഉണ്ട്. വോളണ്ടിയേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ പാരൻസ്, പിന്നെ അല്ലാതെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ട് കുറേ പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരാൾ ഷൈജി അജിത്ത് എന്ന് പറഞ്ഞിട്ട്, ഷൈജി ചേച്ചി, പുള്ളിക്കാരി എപ്പോഴും നമ്മുടെ ഓരോ ഇവൻറ്റിനും വന്ന് ഒരുപാട് പുള്ളി കൊണ്ട് പറ്റുന്ന ഹെൽപ്പുകളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട്, അവർക്ക് പറ്റുന്ന കണക്ക് വരും. പിന്നെ എൻ്റെ എല്ലാ സ്റ്റുഡൻസിൻ്റെ പാരൻസ്, അപ്പോൾ ഇവിടെ എല്ലാം കൂടി സഹകരണത്തോടെയാണ് നമ്മുടെ ഇവൻറ്റ്സും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് പോകുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികളൊക്കെ വോളണ്ടിയേഴ്സായിട്ട് വരാറുണ്ട്. അങ്ങനെ അപ്പോൾ ദീക്ഷ എന്ന് പറഞ്ഞ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2020-ലാണ്, കോവിഡ് ടൈമിൽ ആക്ച്വലി. അതിനെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് ഞാൻ ഫ്രീലാൻസ് ട്യൂട്ടറായിരുന്നല്ലോ മ്യൂസിക്കിൻ്റെയും ആൻഡ് ഡാൻസ്. ഞാൻ ക്ലാസ് അങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് പേരൊക്കെ ആവശ്യമുള്ളവരെ ജസ്റ്റ് പഠിപ്പിക്കുക അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പൂർബനാഥ് CIC എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഗ്രൂപ്പുണ്ട്, അവരൊരു എസ്റ്റാബ്ലിഷ്ഡ് തിയേറ്റർ ഗ്രൂപ്പ്, അതൊരു ബംഗാളി ഗ്രൂപ്പാണ്. സോ അവരുടെ മൾട്ടി കൾച്ചറൽ ഫെസ്റ്റിവലിൽ ഞാൻ പലപ്പോഴും നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്നെ അറിയാം. അങ്ങനെ അവർ ബർമിംഗ്ഹാം സിറ്റി കൗൺസിലിൻ്റെ സഹായത്തോടെ ഒരു കൺസോർട്ടിയം സ്റ്റാർട്ട് ചെയ്തു. അതായത് ഒരു ഡൈവേഴ്സ് കൺസോർട്ടിയം, അതായത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഇവിടെയുള്ളവർ, UK-യിലുള്ളവരെ, ബർമിംഗ്ഹാമിലുള്ളവരെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഒരു ആർട്സ് ആൻഡ് ആർട്ടിസ്റ്റ് കൺസോർട്ടിയം. So you started in Birmingham. It started in Birmingham. I was in Birmingham at the time. ലെസ്റ്ററിൽ ഞാൻ ബർമിംഗ്ഹാമിൽ പോയായിരുന്നു. അപ്പോൾ ഇറ്റ് ഈസ് ഇൻ ബർമിംഗ്ഹാം. അപ്പോൾ ഓവൽ എന്നാണ് എൻ്റെ പേര്, അവർ വോയിസ് ഇൻ ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ. അതാണ് അതിൻ്റെ കൺസോർട്ടിൻ്റെ പേര്, അവർ വോയിസ് ഇൻ ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ, ഓവൽ. അപ്പോൾ ഓവലിൽ അവർ ദേ ആസ് ടു ജോയിൻ എസ് എ മെമ്പർ. അപ്പോൾ ഞാൻ അവരുടെ ഒരു മെമ്പർ, അവിടെയാണ് ഞാൻ ഇന്ത്യൻ ആർട്സ് ലീഡറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇനിഷ്യലി സപ്പോർട്ടഡ് ബൈ ബർമിംഗ്ഹാം സിറ്റി കൗൺസിലാണ് 2019 to 2021. ഇപ്പോൾ തന്നെത്താനെ നമ്മൾ എല്ലാവരും കൂടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫണ്ടിങ് വെച്ചിട്ടാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓവലിൽ എന്നെ ഒരു മെമ്പറായിട്ട് ആഡ് ചെയ്തു ആൻഡ് ഐ ബിക്കേം ഇന്ത്യൻ ആർട്സ് ലീഡർ ഓവർ ദെയർ. അപ്പോൾ അവരാണ് പറഞ്ഞത്, വൈ ഡോണ്ട് യു സ്റ്റാർട്ട് ആസ് an organization? Okay. And I mean, you can actually have some more directors who you trust. Okay. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നമ്മുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന 2 പേര്, ബ്രയൻ ആൻഡ് ആലൻ എന്ന് പറഞ്ഞിട്ട്, 2 ഡാൻസേഴ്സ് ആണല്ലോ, അല്ല അവർ മ്യൂസിഷ്യൻസ് ആണ്. അപ്പോൾ അവരും കൂടി ജോയിൻ ചെയ്തു. നമ്മൾ ദീക്ഷയിൽ ഡാൻസ് മാത്രമല്ല മ്യൂസിക്കുണ്ട്, വി ഡു ബോത്ത് ആക്ച്വലി. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഓർഗനൈസേഷനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വി സ്റ്റാർട്ടഡ് ക്ലാസ്സസ് ഓൺലൈൻ. അതായിരുന്നു, ബിക്കോസ് ഐ യൂസ് ടു ഗോ എവ്രിവെയർ ആൻഡ് ടീച്ച്. പക്ഷേ ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നല്ലോ. അതിനിടയ്ക്ക് ഞാനൊരു മ്യൂസിക്കൽ ക്യാമ്പയിൻ, എൻഗേജ്, എൻകറേജ്, എൻ്റർടൈൻ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് ആൾക്കാരിൽ എത്തിച്ചേർന്നു. അപ്പോൾ കുറേ പേര് നമ്മളെപ്പറ്റി അറിയാൻ തുടങ്ങി. ആൻഡ് ഏറ്റവും മനോഹരമായൊരു സംഭവം എന്ന് വെച്ചാൽ, ആ സമയത്ത് നമുക്ക് ആർട്സ് കൗൺസിൽ ഇംഗ്ലണ്ടിൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റ് കിട്ടി. ശകുന്തളയുടെയാണ് നമ്മൾ ചെയ്തത്, അത് നമുക്ക് അതിനെപ്പറ്റി പറയാം. പക്ഷേ അങ്ങനെ ആർട്സ് കൗൺസിൽ ഇംഗ്ലണ്ടിൻ്റെ പ്രോജക്റ്റ് കിട്ടാൻ തുടങ്ങി. നമ്മൾ അപ്ലൈ ചെയ്യും, നമുക്ക് കിട്ടി. അങ്ങനെ കുറച്ച് വർക്ക്ഷോപ്സൊക്കെ അതിൻ്റെ പാർട്ടായിട്ട് ചെയ്തു. ആൻഡ് വി ബീൻ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് സോ മച്ച്. ആർട്ടിസ്റ്റ് നമ്മളെയും സപ്പോർട്ട് ചെയ്യായിരുന്നു. ഇത് കോവിഡ് ടൈമിലായിരുന്നു, കോവിഡ് ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഒരു ഘട്ടകാലത്തിൻ്റെ വളരെ നമുക്ക് ഓർക്കാൻ താല്പര്യമില്ലാത്ത കുറേ മെമ്മറികളുള്ള ഒരു കാലഘട്ടമായിരുന്നെങ്കിലും ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നു എന്നുള്ളത് നമുക്ക് പ്രതീക്ഷയും ഉണ്ടായി. അതെ അതെ, അത് വലിയ കാര്യമാണ്. കാര്യം ഒത്തിരി കലാകാരന്മാരും അതുപോലെ തന്നെ ഒത്തിരി ആർട്ടിസ്റ്റുകളും ഓൺലൈൻ ത്രൂവും അതുപോലെ തന്നെ ചെറിയ ചെറിയ കഴിവുള്ളവർ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വരാനായിട്ട്, കാര്യം ഒരു ഡിപ്രഷനിൽ നിൽക്കുമ്പോൾ ഒരു പ്ലാറ്റ്ഫോമായിട്ട് കോവിഡിൻ്റെ ഒരു കാരണമായി എന്നുള്ളൊരു ഒരു കാര്യം കിടപ്പുണ്ട്. പക്ഷേ സാഡ് തിങ്സ്, പക്ഷേ നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെ പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി. അതുമാത്രമല്ല, അന്നേരം ആ ഒരു ടൈമിൽ ആൾക്കാർ ശരിക്കും ജഡ്ജ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ആരെന്ത് ചെയ്യുന്നു എന്നുള്ളത്. എന്തെങ്കിലും ലൈക്ക് ദേ വർ നോട്ട് ജഡ്ജിങ് ലൈക്ക് ഇഫ് ദേ ആർ എ വെരി ഗുഡ് ആർട്ടിസ്റ്റ് ഓർ എനിബഡി കുഡ് ഡു സംതിങ്. ഓക്കെ, ആൻഡ് ഇറ്റ് ആക്ച്വലി കോൺട്രിബ്യൂട്ടഡ് ടു ദ വെൽബീയിങ് ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആ സമയത്ത് അവർക്ക് അവസരങ്ങൾ കിട്ടും. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് പിന്നെ നമുക്ക് ആർട്ടിസ്റ്റുകളെ കൂടുതലും അറിയാവുന്നത് സമർപ്പണം എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. അത് 2026 ഇപ്പോൾ 10ാമത്തെ വർഷമാണ്. 2016 ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇൻ ദ മെമ്മറി ഓഫ് മൈ അങ്കിൾ who was my godfather, best friend, and is like yeah. So അപ്പം പുള്ളിക്കാരൻ്റെ പേര് സി ഹരികൃഷ്ണൻ എന്നാണ്. അപ്പം പുള്ളി പെട്ടെന്ന് മരിച്ചുപോയി.
അപ്പോൾ ലൈക്ക് ഐ വോണ്ടഡ് ടു ഡു സംതിങ് ഇൻ ഹിസ് മെമ്മറി. അപ്പം അങ്ങനെ ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു പരിപാടി എന്ന് പറഞ്ഞ് വെക്കണം എന്ന് ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ എന്താ പറയുക, അടുത്ത വർഷം ഉണ്ടോ എന്ന് വിചാരിച്ചതില്ല. പക്ഷേ നമ്മൾ അന്ന് കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വന്നപ്പം അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഈ സമർപ്പണ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ എങ്ങനെ നിങ്ങളുടെ സ്റ്റുഡൻസ് മാത്രം വന്ന് അല്ല ഐ മീൻ ഇറ്റ് ഇസ് ഓപ്പൺ ടു ആർട്ടിസ്റ്റ്. അതിന് പക്ഷേ ഒരു ചെറിയ പിക്കിംഗ് ഉണ്ട്. നമുക്ക് ഒരു സർട്ടൺ സ്റ്റാൻഡേർഡ് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓഡിഷൻ അവരുടെ ഓഡിഷൻസ് ലൈക്ക് ദേ വിൽ സെൻഡ് വീഡിയോസ് ആൻഡ് അല്ലെങ്കിൽ സംടൈംസ് വി കോൾ പീപ്പിൾ വെൻ വി ലൈക്ക് സംബഡീസ് പെർഫോമൻസ് മ്യൂസിക് ഓർ ഡാൻസ്. അപ്പോൾ ഇത് ആദ്യത്തെ പ്രാവശ്യം തന്നെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ നമുക്ക് വന്ന ആർട്ടിസ്റ്റുകൾ വളരെ ടാലൻറ്റഡ് ആയിരുന്നു. അപ്പോൾ ഈവൻ ദർ വർ ഓൺലി ഐ തിങ്ക് ഓൺലി 40 people attended ആസ് ഓഡിയൻസസ്. പക്ഷേ ആ ഓഡിയൻസ് എന്താ പറയുക, ദേ ലൈക്ഡ് ഇറ്റ് വെരി മച്ച് ആൻഡ് നമുക്ക് നല്ല അഭിപ്രായം കിട്ടി. ആൻഡ് ആർട്ടിസ്റ്റ് ഹു പെർഫോംഡ് ഇൻ ദെയർ wanted to do it the next year as well. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി നമുക്ക് നോക്കാം. ഇറ്റ്സ് എ ടിക്കറ്റഡ് ഇവൻറ്റ്. കാരണം ഞങ്ങൾക്ക് ആക്ച്വലി ടു ബി ഓണസ്റ്റ് സ്പോൺസർഷിപ്പ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ലോട്ടറി ഫണ്ടിങ്ങും അത് വെച്ചാൽ ഇപ്പോൾ ലോട്ടറി ഫണ്ടിങ് വെച്ചാൽ അത് എൻ്റെ PRS ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ടാണ്. ഇറ്റ്സ് സപ്പോർട്ടിങ് എ പാർട്ട് ഓഫ് ദി ഇവന്റ്, മ്യൂസിക്കൽ എലമെന്റ് അങ്ങനെ. പക്ഷേ ഫണ്ടിങ് കിട്ടും. ഐ മീൻ ദിസ് ഇസ് സംതിങ് വിച്ച് ഐ വാണ്ടഡ് ടു സേ ലൈക്ക് I don't know, like I find it very hard to get എന്താ പറയുക sponsorships, but this is same with a lot of women who are doing events here as well, and I just wanted to, I mean, I think this is a chance for me to ഒത്തിരി ഇവന്റ്സിൽ നമ്മൾ പാർട്ട്നേഴ്സ് ആയിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന കാണാറുണ്ട് പല ആൾക്കാർ. പക്ഷെ അത് ഇറ്റ്സ് ഐ മീൻ ഐ തിങ്ക് ഇറ്റ് ഇസ് സംതിങ് ടു ബി ചേഞ്ച്ഡ്, സൊസൈറ്റൽ ചേഞ്ച് വേണം ഇവിടെ, ബിക്കോസ് മെൻ ഈസിലി ഗെറ്റ് ഇറ്റ്. Okay, and women struggle, and not only me, other people as well. So it's like I don't know, like I'm daring enough to tell you. No, you have to tell what you feel. I actually urge the sponsors actually ningalku there are a lot of women, if you can support them as well, that'll be great. Actually, okay, so women empowerment ന്റെ ഭാഗമായിട്ട് because ദീക്ഷയുടെ ഒരു മെയിൻ കമ്പോണന്റ് ആണ് വിമൻ എംപവർമെന്റ്. അപ്പോൾ നിങ്ങൾക്ക് മെയിൽ സ്റ്റുഡൻസ് ആരും ഇല്ല? ഇല്ല, സ്റ്റുഡൻസ് ഉണ്ട്, മെയിൽ സ്റ്റുഡൻസ് ഉണ്ട്. there are people who are like singers ഉണ്ട്. ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. ഇല്ല, ജെൻഡർ ഇക്വാലിറ്റി അത് മാത്രമല്ല, വിമൻ മാത്രമല്ല, ഇറ്റ്സ് ഓപ്പൺ ടു എവറിബഡി. ഐ മീൻ വി ആർ ആൻ EDI കമ്പനി ആക്ച്വലി, IDI. ഇപ്പോൾ ഇത് IDI എന്ന് പറയാം, നിങ്ങൾ ട്രെയിൻഡ് ആണ് IDI. ഇറ്റ്സ് ഓപ്പൺ ടു എവറിബഡി ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ ദ പ്രൊട്ടക്റ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, സോ ആർക്കും വരാം. നമ്മളൊരു ഹൈലി വെൽക്കമിങ് ആണ്. പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും ഉണ്ട്, നമ്മുടേതായിട്ടുള്ള റൂൾസ് ഉണ്ട്, ആൻഡ് എവറിബഡി ഹാസ് ടു റെസ്പെക്ട് ദ ഓർഗനൈസേഷൻ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം സമർപ്പണയിൽ കൂടിയാണ് ആർട്ടിസ്റ്റുകൾക്ക് ഇങ്ങനെ പെർഫോം ചെയ്യാനായിട്ട് ഒരു അവസരം ഉണ്ടാകുന്നത്. അപ്പം ഇറ്റ്സ് ബിക്കം എ പ്രസ്റ്റീജിയസ് ആർട്സ് ഫെസ്റ്റിവൽ. ഓക്കെ, എനിക്ക് തന്നെ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ബിക്കോസ് the standard of the artists and the enthusiasm, how they want to perform. They are, I mean, practicing for months, and everybody is trying to get a chance. അത് ഒരു വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് എനിക്ക് തന്നെയും ആ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. കാരണം വൺസ് ഇൻ ഇയർ ചെയ്യുന്നത്, മോസ്റ്റ്ലി മാർച്ച് ഓർ മെയ്. ബിക്കോസ് ആ ഒരു സ്ഥലത്ത് വന്ന് നമുക്ക് പെർഫോം ചെയ്യാനേ അത് ബർമിംഗ്ഹാമിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ല, നമ്മൾ ആസ് ഓഫ് നൗ വി ആർ കോൺസെൻട്രേറ്റിംഗ് ഇൻ ആൻഡ് അറൌണ്ട് ബർമിംഗ്ഹാം. ഇപ്പോൾ ഡഡ്ലി കോളേജ് തിയേറ്ററിലാണ് കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്യുന്നത്. ബർമിംഗ്ഹാമിലാണ് ആ ഫെസ്റ്റിവൽ. നമ്മൾ മെയിൻ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അതെ. ആൻഡ് ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ഓഡിയൻസും ആർട്ടിസ്റ്റാണ്, ആൻഡ് വരുന്നവർ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ ആർട്ട് നന്നായിട്ട് അറിയാവുന്നവരാണ്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യാന്ന് പറയുന്നത് ഒരു മനോഹരമായിട്ടുള്ളൊരു അനുഭവമായതുകൊണ്ട് അവർക്ക്. പിന്നെ വേറൊരു വലിയ ചലഞ്ച് എന്ന് വെച്ചാൽ ഇതിൽ കൂടുതലും ക്ലാസിക്കൽ മ്യൂസിക് ആണ്, പിന്നെ കുറച്ച് പാട്ടുകളുണ്ടാവും അല്ലാത്തത്. അപ്പോൾ ഈ ക്ലാസിക്കൽ മ്യൂസിക് ഈ വർഷമാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡാൻസ് കൂടുതലായിട്ടും ക്ലാസിക്കൽ ഡാൻസ് ആണ് വരുന്നത്. അപ്പം പൊതുവെ ഈ ആൾക്കാർക്ക് ഉണ്ട്, ചിലപ്പോൾ 1-2 നല്ല അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ ആൾക്കാർക്ക് ബാക്കിയുള്ള എല്ലാ സ്റ്റേജ് ഷോയ്ക്കകത്തും കാണുന്നത് സിനിമാറ്റിക് ഡാൻസ് ആണ് കൂടുതൽ കാണുന്നത്. അതെ. പക്ഷെ നമുക്ക് ക്ലാസിക്കൽ കലകൾക്കും നമുക്കൊരു വേദി വേണ്ടേ? പിന്നെ അത് നമ്മുടെ കൾച്ചറിന്റെ ഒരു പാർട്ടല്ലേ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സിനിമാറ്റിക് ഡാൻസ് കുറച്ച് ഡാൻസ് അറിയാവുന്ന ആർക്കും വേണമെങ്കിലും ചെയ്യാം.
പക്ഷേ ക്ലാസിക്കൽ ഡാൻസ് ശരിക്കും യു ഹാവ് ടു ലേൺ. യെസ്, അതാണ് ഐ മീൻ ഡെഡിക്കേഷൻ വേണം. പിന്നെ അത് മാത്രമല്ല, അങ്ങനെ പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഐ സംടൈംസ് എൻജോയ് വാച്ചിങ് സിനിമാറ്റിക് ഡാൻസ് ആസ് വെൽ. അതുകൊണ്ട് ചിലപ്പം എന്താ പറയുക, ഇഫ് ഐ വോണ്ട് ടു ഡു ഫൺ സിനിമയിൽ ഞാൻ ചിലപ്പം ചെയ്യണം എന്ന്. പക്ഷെ അതിൻ്റെ ഒരു ഇതല്ല, എന്താ പറയുക, ഇറ്റ്സ് നോട്ട് മൈ ഫോക്കസ് പോയിന്റ് ആക്ച്വലി. പിന്നെ മൂവ്മെൻറ്റ്സ് ആർ ഓൾ ഡിഫറെൻ്റ്. ബിക്കോസ് നമുക്ക് ക്ലാസിക്കൽ ഡാൻസ് നമുക്ക് നല്ലൊരു എന്താ പറയുക ബോഡി കൺട്രോൾ വേണം. സംസാരിച്ചു ഡാൻസ് കളിക്കാനുള്ള ഒരു മൂഡ് വന്നു. ഇല്ലില്ല ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, ഐ എം ജസ്റ്റ് ലൈക്ക് സെയിങ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ക്ലാസിക്കൽ വേദികളിൽ ആൾക്കാരെ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി ഇൻ ലണ്ടൻ കണക്കുള്ള ഏരിയാസിൽ തന്നെ പലരും പറയാറുണ്ട് 40-50 പേരേ ഉള്ളൂ എന്നേ. പക്ഷേ ഫോർ സം റീസൺ സമർപ്പണയ്ക്ക് നമുക്കൊരു ഈ മിഡ്ലൻഡ്സിൽ നമുക്കൊരു 150ഓളം പേരെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അത് വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നു. അതിന് ആർട്ടിസ്റ്റുകൾക്ക് വളരെ സന്തോഷമാണ് ആ പരിപാടിയിൽ പെർഫോം ചെയ്യാനായിട്ട്. അല്ലല്ല, ഉച്ച തൊട്ടായിരിക്കും. ലൈക്ക് ഇപ്രാവശ്യം 12:30 to 8:39 അങ്ങനെ. അതിനിടയ്ക്ക് നമ്മൾ അതിൻ്റെ ടിക്കറ്റഡ് ആണ് ഇവന്റ്. ബിക്കോസ് നമുക്ക് ടിക്കറ്റഡ് അല്ലാതെ നടത്താൻ പറ്റത്തില്ല, എസ്പെഷ്യലി സ്പോൺസർഷിപ്പ് ഇല്ലാത്തത് കൊണ്ടും. അപ്പോൾ അതെനിക്കറിയാം, റേഡിയോ ലൈവിന്റെ ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോം അതെ ആണ് ഉപയോഗിക്കുന്നത്. ഡെഫിനറ്റ്ലി കുറച്ച് നാളായിട്ട് ദാറ്റ്സ് എ ഗ്രേറ്റ് സപ്പോർട്ട് ഫ്രം യുവർ എൻഡ് ആസ് വെൽ. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ആ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം അല്ലേ? നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വേറെ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ദിസ് ഇസ് വെരി ഈസി ടു ഡീൽ വിത്ത്. ആൻഡ് ഇവരുടെ സ്റ്റാഫുമായിട്ടും ഡീൽ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ആൻഡ് ഐ വോണ്ടഡ് ടു മെൻഷൻ സുജിത പുരുഷോത്തമൻ, ഹു ഇസ് very enthusiastic and like a very lovely lady. Yeah, she's our IT director. Yeah. So I've been I've known her for so long, and she's a very helpful person. Okay. അപ്പം പുള്ളിക്കാരിയാണല്ലോ ലീൻസിനെ ഇൻട്രൊഡ്യൂസ്. Yes, of course. Sujita was saying about you, and then I know Diksha and all. Okay. പക്ഷെ എനിക്ക് ആരതിയെ പരിചയപ്പെടുത്തുന്നത് സുജിതയാണ്. നമ്മളിപ്പോൾ ദീക്ഷയെക്കുറിച്ച് കേട്ടു, ദീക്ഷയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടു, ദീക്ഷയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ നിങ്ങൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്നുള്ള ഒരു വലിയ മെസ്സേജാണ് ആരതി ഇപ്പോൾ തന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്കറിയാം ആരതി ഹാസ് വൺ അവാർഡ്സ്, എനിക്കറിയാതെ. കാരണം ഞാൻ തന്നെ റേഡിയോയിൽ ആരതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ ന്യൂസ് വായിച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത്രമാത്രം UK എല്ലാവരും അറിയപ്പെടുന്ന ഒരു നർത്തകിയായിട്ട്, അല്ലെങ്കിൽ ഒരു ദീക്ഷ പോലൊരു പ്രസ്ഥാനത്തിൻ്റെ ഫൗണ്ടറായിട്ടിരിക്കുന്ന ആരതിക്ക് ഇൻഡിവിജ്വലായിട്ട് കിട്ടിയിരിക്കുന്ന ആരതിക്ക് കിട്ടിയ അവാർഡുകൾ ഏതൊക്കെയാണെന്ന് പറയാമോ? ഞാൻ ചോദിക്കാനുള്ള കാരണം, ഇനിയും ഇവിടെ വളർന്നു വരുന്ന ഒത്തിരി കലാകാരന്മാരും കലാകാരികളുണ്ട്. ഇവർക്ക് ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി, താങ്ക് യു. സോ എനിക്ക് 2 അവാർഡ്സാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റീസിന് കിട്ടിയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ വൗ അവാർഡ്സ് 2025 ഫോർ കൾച്ചറൽ ഇമ്പാക്റ്റ്. വുമൻ ഓഫ് ദി വേൾഡ് എന്നാണ് എൻ്റെ പേര്. വൗ അവാർഡ്സ് ഫോർ കൾച്ചറൽ ഇമ്പാക്ട് ബൈ കൗശല്യ UK എന്ന് പറഞ്ഞ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ. I think they are about women empowerment and all those. I mean that's their one of the principles, I think. അപ്പോൾ അവരുടെ അവാർഡാണ്, അതായിരുന്നു എനിക്ക് ആദ്യമായിട്ട് ലഭിച്ചൊരു അവാർഡ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് ബിക്കോസ് ഇറ്റ് ഈസ് ഫോർ കൾച്ചറൽ ഇമ്പാക്റ്റ്. ആൻഡ് എൻ്റെ ഈ UK പ്രവർത്തനങ്ങൾ ദീക്ഷയിലൂടെ മെയിനായിട്ടും ആർട്ടിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ടിൽ ആർട്സിന് വേണ്ടിയിട്ട്, ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് സംഘടിപ്പിച്ച ഓരോ പ്രോജക്റ്റുകൾ, അതിൻ്റെ വർക്ക്ഷോപ്സ്, ഓരോ മെൻറ്ററിങ്, അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടി അത് കൺസിഡർ ചെയ്തിട്ടാണ് ഈ അവാർഡ് ലഭിച്ചത്. സോ someone nominated me and the organization reached out to me asking for my biodata and details. അപ്പോൾ അങ്ങനെയാണ് അത് സംഭവിച്ചത്. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് ഒരു സാധാരണ ഒരു അവാർഡ് പോലെ അവർ തീരുമാനിച്ചിട്ട് തരുന്നതായിരുന്നില്ല. ഐ തിങ്ക് ദാറ്റ് വാസ് ലൈക്ക് എ കോമ്പറ്റീഷൻ ആസ് വെൽ. ബിക്കോസ് ഞാൻ അവിടെ ചെന്നിട്ട് അപ്പോഴും എനിക്കറിയില്ലായിരുന്നു ലൈക്ക് ആ അവാർഡ് എനിക്കാണെന്ന്. അത് അവർ വെൻ ദ വിന്നർ ഫോർ ദിസ് അവാർഡ്, വൗ അവാർഡ്സ് കൾച്ചറൽ ഇമ്പാക്ട് 2025 എന്ന് അനൗൺസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് എനിക്കാണെന്ന്. അപ്പോൾ അങ്ങനെയാണ് ആ അവാർഡ് ലഭിച്ചത്. പിന്നെ ഈ വർഷം ശക്തി സംഗമം എന്ന് പറഞ്ഞ് എഗെയിൻ an ഓർഗനൈസേഷൻ ഫോർ വിമൻ എംപവർമെൻറ്റ്. ഇപ്പം അവർ ഐ തിങ്ക് they are working with women from all Indian backgrounds and states. So അവരുടെ അവാർഡ് എന്ന് വെച്ചാൽ കൾച്ചറൽ ഗാർഡിയൻ എന്ന് പറഞ്ഞ അവാർഡാണ്. കൾച്ചറൽ ഗാർഡിയൻ, ദാറ്റ്സ് ലൈക്ക് എ വെരി ബ്യൂട്ടിഫുൾ ടൈറ്റിൽ. ഐ റിയലി ലൈക്ക് ഇറ്റ് വെരി മച്ച്. ആൻഡ് അവിടെയും എനിക്കറിയില്ലായിരുന്നു. ആസ് എ നോമിനി ഐ ജസ്റ്റ് വെന്റ് there, and then when they announced my name, that was a very beautiful moment for me as well. You were surprised, isn't it? Surprised, and both are very close to my heart because അത് more than
എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റ് എന്നതിലുപരിയായിട്ട് എൻ്റെ പ്രവർത്തനങ്ങൾക്ക്, ബിക്കോസ് ഐ എം നോട്ട് എൻ ആർട്ടിസ്റ്റ് ജസ്റ്റ് who just tries to build up my career or like എൻ്റെ ഞാനെന്ന ആർട്ടിസ്റ്റിനെ കൂടുതലായിട്ട് കൊണ്ടുവരുന്നത് അങ്ങനെ ആയിരുന്നില്ല എൻ്റെ mission and vision actually. So I was also like I believe in this growth as a group, so I was also like working with a lot of artists and then you know I mean I just wanted the art to grow. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് അതിനൊരു അംഗീകാരമായിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഐ റിയലി അല്ല, ഞാനൊക്കെയും തോന്നിയിട്ടുണ്ട്. കാര്യം നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള സാധനങ്ങൾ പ്ലാറ്റ്ഫോം ഇഷ്ടംപോലെ ഉപയോഗിക്കാമെങ്കിലും ദീക്ഷയുടെയും അല്ലെങ്കിൽ ആരതിയുടെയും ഒരു ഒരു നിങ്ങളുടെ ഒരു വർക്ക് എന്ന് പറയുന്നത് ശരിക്കും ഓർഗാനിക് ഗ്രോത്ത് ആയിരുന്നു. അതെ അതെ, അതാണ് അതിൻ്റെ കറക്റ്റ് വാക്കിന്. ഓർഗാനിക് ഗ്രോത്ത് ആയിരുന്നു. ഇതിന് നമ്മൾ പറഞ്ഞില്ല, ഒരാൾ മുഖേന മറ്റുള്ള പറഞ്ഞു കേൾക്കുന്നതും അതിൻ്റെ ഒരു ഉണ്ടല്ലോ, ആ സ്കൂൾ നല്ലതാണ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് അഡ്വർടൈസ് ചെയ്തും അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഗ്രോത്ത് ടോട്ടൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഓർഗാനിക് ഗ്രോത്ത് ഈസ് വെരി എന്താ പറയുക, നമുക്ക് ശരിക്കും എവിഡൻ്റ് ആണ്. അതുകൊണ്ടാണ് അതുകൊണ്ടുകൂടി ആയിരിക്കും ഇങ്ങനെയുള്ള അവാർഡ്സുകൾ നേടി വരുന്നത്. ഡെഫിനറ്റ്ലി. ആൻഡ് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ വി ട്രൈ ടു ഇൻക്ലൂഡ് എവറിബഡി. ഞങ്ങൾ ഇപ്പോൾ EDI എന്ന് പറഞ്ഞു, ഇപ്പോൾ IDA എന്നാണ് അതിന് പറയുന്നത്. അപ്പം ഇക്വാലിറ്റി, ഡൈവേഴ്സിറ്റി ആർ ഓൾ വെരി ഇമ്പോർട്ടൻറ്റ് പോളിസീസ്. അപ്പം വി ആർ ഓപ്പൺ ടു എവറി വൺ. പക്ഷേ ദർ ആർ സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിച്ച് എവറി വൺ ഷുഡ് ഫോളോ, ലൈക്ക് റെസ്പെക്ട് ടു എവറിബഡി. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വി ആക്ച്വലി എന്താ പറയുക, ഇറ്റ്സ് ഓപ്പൺ ടു എവറിബഡി ആൻഡ് ഓൾ ആർട്ടിസ്റ്റ് ആൻഡ് ഐ മീൻ ആരെയും മാറ്റി നിർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓർഗനൈസേഷനാണ് നമ്മുടേത്. ഓക്കെ, സോ this is a place for everybody. പക്ഷേ you have to be respectful to each other and അങ്ങനത്തെ ഒരു വർക്ക് കൾച്ചറാണ് നമ്മുടേത്. And there's a lot of growth opportunities you know if you join us. And just not an organization which teaches. ഇപ്പം ദീക്ഷ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഇൻട്രസ്റ്റ് കമ്പനിയാണ്. സോ ഇറ്റ്സ് മെയിൻലി ഡീലിംഗ് വിത്ത് you know community projects. And even though we started actually some courses in Deeksha, now അതിപ്പോൾ വേറൊരു കമ്പനിയിലോട്ടാണ്, അതായത് എൻ്റെ പുതിയ കമ്പനി, ലൈക്ക് അതിൻ്റെ പേര്. ഏതൊക്കെ കോഴ്സുകളാണ് ദീക്ഷയ്ക്കുള്ളത്? ദീക്ഷയിൽ സ്റ്റാർട്ട് ചെയ്ത കോഴ്സസ് ഇപ്പോൾ ആക്ച്വലി 1001 ഗ്ലോബൽ ആർട്സ് എന്ന് പറഞ്ഞ പുതിയൊരു കമ്പനിയിലോട്ട് നമ്മൾ മാറ്റി. ദ റീസൺ ഇസ് ലൈക്ക് അതിൽ നമുക്ക് കുറച്ച് കൂടുതൽ പേരെ റീച്ച് ചെയ്യാൻ പറ്റും. അതൊരു ഗ്ലോബൽ ആർട്സ് ഓർഗനൈസേഷനാണ്. സ്റ്റാർട്ട് ചെയ്തത് നവംബർ 2025. കോഴ്സസ് എന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ട് ആൻഡ് ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്. സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഇൻ ഭരതനാട്യം and Carnatic music, and then diploma courses in Bharatanatyam, Carnatic music. അതിന്റെ അവാർഡിംഗ് ബോഡി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. അത് ഗ്രിഫിൻ കോളേജ് ലണ്ടൻ, അവരിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവരാണ് നമ്മുടെ എക്സാമിനേഷൻസ് നടത്തുന്നതും അവാർഡ്സ് കൊടുക്കുന്നതും. ആൻഡ് കുച്ചിപ്പുടി ആൻഡ് നാട്യ എന്ന് പറയുന്ന നാട്യശാസ്ത്രം ബേസ്ഡ് ആയിട്ടൊരു കോഴ്സാണ്. സോ ഈ കോഴ്സസ് എൻ്റെ സിഗ്നേച്ചർ കോഴ്സസ് ആണ്. സോ ഈ കോഴ്സസ് ഈവൻ ദോ ഇറ്റ് ഇസ് അഫിലിയേറ്റഡ് വിത്ത് ഗ്രിഫിൻ കോളേജ് ലണ്ടൻ, ഇത് നമ്മൾ മാത്രമേ ഡെലിവർ ചെയ്യുന്നുള്ളൂ. സോ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് നാട്ടിലെ പോലെ ഉന്നത വിദ്യാഭ്യാസം കലകളിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ട്. ഞാൻ പലപ്പോഴും എക്സാമിനറായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഐ ഫെൽ ലൈക്ക് there should be something more which has to be included. Okay, കുറച്ചും കൂടി പെർഫോമൻസ് ബേസ്ഡ് ആയിട്ട് ചെയ്യണം എന്നെനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ കോഴ്സസ് ഡിസൈൻ ചെയ്തതും പിന്നെ ഗ്രിഫിൻ കോളേജ് അത് അപ്രൂവ് ചെയ്തത്. ഓക്കെ, സോ അങ്ങനെയാണ് അതിൻ്റെ അവരൊരു എക്സ്റ്റേണൽ അവാർഡിംഗ് ബോഡിയാണ്, നമ്മളാണ് ഡെലിവറി ചെയ്യുന്നത്. ഞാൻ ചോദിച്ചത് കാര്യം അതിനകത്ത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്ത് ആ കോഴ്സിൻ്റെ അഫിലിയേഷൻ ഫ്രം എ യൂണിവേഴ്സിറ്റി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എത്രമാത്രം ഇതുണ്ടാവുന്നത് നമുക്കറിയാം. കാരണം വർഷങ്ങളായിട്ട് ഇവിടെ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി വർക്ക് ചെയ്ത ആളുകളായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. കാര്യം ഒരു കോഴ്സിന് നമുക്ക് ഒരു യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ പോട്ടെ, ഒരു അവാർഡിംഗ് ബോഡിയുടെ അഫിലിയേഷൻ കിട്ടണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഹാർഡ് വർക്ക് എന്താണെന്നുള്ളതും എത്രമാത്രം ഒത്തൻറ്റിക് കോഴ്സുകൾ കൊടുത്താലാണ് അതിൻ്റെ ഇത് കിട്ടുള്ളൂ എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും അറിയില്ലായിരിക്കാം. പക്ഷേ അതൊരു വലിയൊരു ആ റൂട്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അതൊക്കെ വലിയ കാര്യങ്ങളാണ് കേട്ടോ. കാര്യം അത് ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് 2020 തുടങ്ങിയ പ്രസ്ഥാനം 2026 എത്തി നിൽക്കുമ്പോഴത്തേക്ക് ഇത്ര അവാർഡ്സ് കിട്ടിയെന്ന് പറയുന്നതിന്, അതുപോലെ തന്നെ നമ്മളൊരു വ്യക്തി നമ്മളൊരു ബാങ്കിൽ പോയി ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ ലോൺ എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നോക്കിയിട്ടാണ്. അപ്പോൾ ഈ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ലോൺ കിട്ടുന്ന ആൾക്ക് ഏറ്റവും നല്ല ക്രെഡിറ്റ് സ്കോർ ആയിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്ന പോലെയാണ് UK ഗ്രാൻഡ്സ് ഫണ്ടിങ്ങും കിട്ടുന്നത്. ആർട്ടിസ്റ്റിക് പ്രൊഫൈൽ നമ്മുടെ ആർട്ടിസ്റ്റിക് പ്രൊഫൈൽ ആൻഡ് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതെ, അതാണ് നിങ്ങൾക്ക് ലോട്ടറി ഫണ്ടിങ് ഗ്രാൻഡ്സ് കിട്ടിയിട്ടുണ്ട്, ദീക്ഷയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഫസ്റ്റ് എനിക്ക് ആദ്യം തോന്നിയത്
ആ ഒരു എന്താ പറയുക ഒരു ക്രെഡിറ്റ് സ്കോർ ഫോർ ദി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഭയങ്കര വലിയ ഫണ്ടിങ് ആയ ലോട്ടറി ഫണ്ടിങ് എമൗണ്ട് അല്ലേ ഞാൻ പറഞ്ഞത്. ലോട്ടറി ഫണ്ടിങ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഫണ്ടിങ്. കുഴപ്പമില്ല, നമുക്കൊന്ന് കാണണം. അപ്പം അത് കിട്ടണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ളതായ അവരുടെ ഇൻസ്പെക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഊഹിക്കാനായിട്ട് നമുക്ക് പറ്റും. ഏതൊക്കെ ഗ്രാൻഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്? ഓക്കെ, അപ്പോൾ മെയിനായിട്ടും താങ്ക്സ് എ ലോട്ട് ടു ആർട്സ് കൗൺസിൽ ഇംഗ്ലണ്ട്, നാഷണൽ ലോട്ടറി ഗ്രാൻഡ്. ബിക്കോസ് 2020 നമ്മൾ തുടങ്ങി ആൻഡ് 2021 നമുക്കത് കിട്ടി. ഓക്കെ, സോ അത് ബേസിക്കലി എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റിക് പ്രൊഫൈൽ നമ്മുടെ ഫൗണ്ടേഴ്സിൻ്റെയും ഈവൻ കോ ഡയറക്ടേഴ്സിൻ്റെ മ്യൂസീഷ്യനായിട്ടുള്ള അവരുടെ ബ്രൈൻഡ് എന്ന അലനും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആർട്ടിസ്റ്റിക് പ്രൊഫൈലും നോക്കിയിട്ടാണ് ആക്ടിവിറ്റീസ് ഡെഫിനറ്റ്ലി എല്ലാം നമ്മുടെ ഹിസ്റ്ററി, ആർട്ടിസ്റ്റിക് ഹിസ്റ്ററി എല്ലാം നോക്കിയിട്ടാണ് നമുക്കത് കിട്ടിയത്. ആൻഡ് അത് പ്രൊപ്പഡൻസ് ഓഫ് ലവ് ഫ്രം ദ ഗാർഡൻ എന്ന് പറഞ്ഞ് 2 മ്യൂസിക്കൽ തിയേറ്റർ എന്ന് പറയാൻ പറ്റില്ല, പ്ലേ ആയിരുന്നു. ബിക്കോസ് ഞങ്ങൾക്കത് ഓൺ ദ സ്റ്റേജ് ഷോ ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിലും അന്നേരം കോവിഡ് ആയിരുന്നു. സോ വി ഹാഡ് ടു റിലീസ് ഇറ്റ് ത്രൂ യൂട്യൂബ്. അപ്പം അത് ഫസ്റ്റ് ശകുന്തളയുടെ കഥയായിരുന്നു. രണ്ടാമത്തത് നളൻ്റെ. അതിൽ ആനിമൽസ് എങ്ങനെയാണ് നമ്മുടെ ജീവിതമായിട്ട് ഇൻ ഹാർമണി എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളതും അവർ മെസ്സഞ്ചേഴ്സ് ഓഫ് ലവ് ആയിട്ട് ആക്ട് ചെയ്ത് ഒരു ഇതായിരുന്നു. അപ്പോൾ ഇതിൽ ശകുന്തളയും പിന്നെ രണ്ടാമത്തെ നളനും ദമയന്തിയായിരുന്നു. പക്ഷേ ഇതിൽ ഐ വർക്ക്ഡ് ഓൺ ദ കൺസെപ്റ്റ് ആൻഡ് ദെൻ കൊറിയോഗ്രഫി, സ്ക്രിപ്റ്റ് ഐ റോട്ട്, ദെൻ ആർട്ടിസ്റ്റിക് ഡയറക്ഷൻ ആൻഡ് മൂവ്മെൻറ്റ് ഡയറക്ഷൻ, അങ്ങനെ. അപ്പോൾ അതിൽ മ്യൂസിക് ഡയറക്ഷൻ ആൻഡ് പിന്നെ സ്റ്റേജ് ഡയറക്ഷൻ സെബാൻ എന്ന് വെച്ചാൽ നമ്മുടെ ബ്രൈൻ്റെ ഡയറക്ടർ, കോ ഡയറക്ടറിൻ്റെ സ്റ്റേജ് നെയിമാണ്. ആൻഡ് ദെൻ അലൻ ഓൾസോ വാസ് വർക്കിംഗ് ആസ് വൺ ഓഫ് ദ ഡയറക്ടർ. അപ്പം ഇങ്ങനെയാണ് അത് ഉണ്ടായത്. രണ്ടാമത്തത് ആർട്സ് കൗൺസിൽ ഇംഗ്ലണ്ടിൽ തന്നെ 2022 അനാർക്കലി ആൻ എപ്പിക് ലവ് ലാർജർ ദാൻ ലൈഫ്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് അറിയുന്നത് പോലെ മുഗൾ എംപയറിൽ അനാർക്കലിയുടെ കഥയായിരുന്നു. സോ അതിലൊരു ഏറ്റവും മനോഹരമായൊരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് കമ്മ്യൂണിറ്റി ആൾക്കാരെ നമുക്ക് ഒരു പ്രൊഫഷണൽ ലെവലിൽ അവതരിപ്പിക്കാൻ പറ്റി. സോ വി ട്രെയിൻ ദം ആൻഡ് ദേ വർ സോ ഹാപ്പി അറ്റ് ദ എൻഡ്. അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു പ്രൊഫഷണൽ നാടകത്തിൽ, അല്ലെങ്കിൽ നാടകം എന്ന് വെച്ചാൽ അതിനകത്ത് കൂടുതലൊരു ഡ്രാമ പോലെയായിരുന്നു. ബിക്കോസ് ഡാൻസ് എലമെൻറ്റ് വളരെ ചെറുതായിരുന്നു, ബിക്കോസ് അത് മുഗൾ സ്റ്റൈൽ ആയതുകൊണ്ട്. ആൻഡ് അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി എന്നുള്ളതായിരുന്നു. അത് മെയിൻലി ഒരു ഡ്രാമാറ്റിക് പ്രൊഡക്ഷൻ ആയിരുന്നു. ആൻഡ് ദ തേർഡ് വൺ ഇസ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് വൺ. ഇറ്റ് ഇസ് ദ ഡാൻസ് ഓഫ് അപ്സരാസ്. സോ ദ ഡാൻസ് ഓഫ് അപ്സരാസ്, അപ്സരസുകളുടെ നൃത്തം. സോ ഇതിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ 2021 തൊട്ട് അതെ തേർഡ് വൺ ആർട്സ് കൗൺസിൽ ഇംഗ്ലണ്ടിന്റെ ഗ്രാൻഡ്, നമ്മുടെ പ്രോജക്റ്റിന്റെ പേര് ആർട്സ് കൗൺസിൽ ഇംഗ്ലണ്ടിന്റെ തേർഡ് ഗ്രാൻഡ്, നമ്മുടെ പ്രോജക്റ്റിന്റെ പേരാണ് ദ ഡാൻസ് ഓഫ് അപ്സരാസ്. അപ്പം അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ 2021 തൊട്ട് നാട്യശാസ്ത്രം സുജാത മാം, ഡോക്ടർ സുജാത മോഹൻ, നമ്മുടെ ലെജൻഡറി ഡാൻസർ ഡോക്ടർ പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ സീനിയർ ഡിസൈപ്പിളും റിസർച്ച് ഗൈഡുമാണ് മാം. അപ്പം മാമിൻ്റെ കീഴിൽ നാട്യശാസ്ത്രം പഠിക്കാൻ തുടങ്ങി, പിന്നെ കരണാസ് പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് നാട്യശാസ്ത്രത്തിലോട്ടൊരു ഇൻട്രസ്റ്റ് വരുന്നത്. ഇപ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒരു ഭ്രാന്ത് പോലെ നാട്യശാസ്ത്രം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നാട്യ കോഴ്സ് കിട്ടത്. ഇല്ലില്ല, അത് ഐ എം സേയിങ് ഐ എം സോ പാഷനേറ്റ് അബൌട്ട് നാട്യശാസ്ത്രം. അപ്പം അതിന് ബേസ്ഡ് ആയിട്ടാണ് ആ അപ്സരസുകളുടെ കഥ വന്നത്. ഇപ്പോൾ 1 മണിക്കൂറോളം വരുന്ന ഒരു മ്യൂസിക്കൽ തിയേറ്റർ, ശരിക്കൊരു മ്യൂസിക്കൽ തിയേറ്റർ പോലെയാണ് അത് ചെയ്തത്. അപ്പോൾ അതിൽ കരണാസ്, നാട്യശാസ്ത്രത്തിൻ്റെ ആസ്പെക്ട്സ്, ഓരോ ക്യാരക്ടറും എങ്ങനെ പെരുമാറണം, എങ്ങനെ നടക്കണം എന്നൊക്കെയുള്ള ഇത് ശരിക്കും. പിന്നെ ഇതെല്ലാം ഇംഗ്ലീഷിലാണ്, അപ്പോൾ എല്ലാവർക്കും വൈഡ് UK കമ്മ്യൂണിറ്റീസ് ആൾക്കാർക്കും അതിൽ വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയായിരുന്നു. വി ഗോട്ട് ക്രിട്ടിക്കൽ അക്ലൈം ഫ്രം ലോട്ട് ഓഫ് ഡാൻസേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് ഇവിടെ നിന്നും, ഇന്ത്യയിൽ നിന്നും, പിന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് അതിന് കിട്ടി. അതിന് ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന് വെച്ചാൽ കൊവൻട്രി യൂണിവേഴ്സിറ്റിയുടെ ഡാൻസ് റിസർച്ച് ടീം നമ്മുടെ പാർട്ട്ണറായിരുന്നു. We were able to secure the partnership because of the artistic value and research value of that. അപ്പോൾ റിസർച്ച് പ്രോജക്റ്റ് ആണ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ആണ്. പിന്നെ അത് കൂടാതെ അവർ വൺ ഓഫ് ദ റിസർച്ചേഴ്സ് സെഡ് ലൈക്ക് when they were conducting interviews with the participants, they said like ഈ ഡ്രാമ, ഈ മ്യൂസിക്കൽ തിയേറ്റർ അല്ലെങ്കിൽ ഡാൻസ് ഡ്രാമ took us into another world. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേഷൻ ആയിരുന്നു, അപ്സരസുകളുടെ കഥയായിരുന്നു. നമുക്ക് ഒരു കാര്യം പറയാനുള്ളത്, അതായത് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ആരതി അരുൺ എന്ന് പറയുന്ന ഈ കലാകാരി UK മലയാളികൾക്ക് മാത്രമല്ല എല്ലാ ഇന്ത്യക്കാർക്കും ഒരു പ്രചോദനമാണ്. കാരണം മറ്റൊന്നുമല്ല, ഇങ്ങനത്തെ ഈ ജേണി ഇവിടെ എത്തി നിൽക്കുമ്പോൾ ദീക്ഷ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായി അതിൻ്റെ ഫൗണ്ടറായിട്ട് നിൽക്കുന്നതായ ആരതി
കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്. അതായത് കലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളിലും ഇവിടെ ഒരു അൾട്ടിമേറ്റ് ഒരു എന്താ പറയുക സക്സസ് സ്റ്റോറി പറയാനുണ്ടാകും വൺസ് നമ്മൾ കീപ്പ് ഓൺ ട്രൈയിങ് ഇറ്റ് അല്ലേ. അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതെനിക്ക് മനസ്സിലായിടത്തോളം കാര്യം യു ആർ വെരി പാഷനേറ്റ് അബൌട്ട് ഇറ്റ്. അതാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ ദ ഹാർഡ് വർക്ക് ആൻഡ് സപ്പോർട്ട് ഫ്രം യുവർ വോളണ്ടിയേഴ്സ് ആൻഡ് ദി അതർ പീപ്പിൾ. യു വർക്ക് ആസ് എ ടീം. സോ അതുകൊണ്ട് ഒരു പ്രചോദനമായ ഞാനൊരു ഓൺട്രപ്രണർ എന്ന് വിളിച്ചാലും കുഴപ്പമില്ല. കാര്യം അങ്ങനെ ആകണം. കാരണം ഇതൊരു എന്താ പറയുക ഇത്രയും ആളുകളെ കെയർ ചെയ്യുന്ന ഒരാൾ ഓൺട്രപ്രണർ തന്നെയാണ്. വിമൻ എംപവർമെൻറ്റിലൂടെ ഓൺട്രപ്രണറായ ആരതി അരുണ് എല്ലാവിധ ആശംസകളും. അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങൾ തുടർന്ന് പോകണം. അതുപോലെ തന്നെ കൂടുതൽ റിസർച്ചുകൾ നടത്തി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഗ്രാവിറ്റി ലെവൽ കുറച്ചുകൂടെ കൂടുമെന്ന് എനിക്ക് തോന്നുന്നു. അതിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. റേഡിയോ ലൈമിൻ്റെ എല്ലാവിധ ആശംസകളും. ദീക്ഷയ്ക്ക് അതുപോലെ തന്നെ അടുത്ത് നടക്കാൻ പോകുന്ന സമർപ്പണയ്ക്കും എല്ലാവിധ ആശംസകളും. ഞങ്ങളുടെ എല്ലാ സഹകരണവും നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങൾ നമ്മോട് സഹകരിക്കുന്നതിലും വളരെ സന്തോഷമുണ്ട്. താങ്ക് യു.